എന്തൊക്കെ കറികൾ ഉണ്ടായാലും ചോറിന് ഒഴിച്ചുകൂട്ടാൻ ഒരു പുളിശ്ശേരി അത് മലയാളികൾക്ക് നിർബന്ധമാണ്. അപ്പൊ ഈ ഒരു സീസണിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നെല്ലിക്ക പുളിശ്ശേരി ആയാലോ. കുറച്ചധികം നെല്ലിക്ക എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പുളിയും ചവർപ്പൊന്ന് കുറയ്ക്കാനും ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. കഷ്ണങ്ങളാക്കിയ നെല്ലിക്ക ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് ഇനി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ കറിക്ക് ആവശ്യമായ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ചിരവിയ തേങ്ങയിലേക്ക് പച്ചമുളക്, ചെറുജീരകം, അല്പം കടുകും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് മിക്സിയിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ സാപ്പിൻസിന്റെ പുളിശ്ശേരി സ്പെഷ്യൽ കേർഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പുളിശ്ശേരിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ തൈരാണ്. അതുകൊണ്ട് തന്നെ പുളിശ്ശേരിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രുചിയും ടെക്സ്ചറും ഗുണവും കിട്ടാനായിട്ട് ഇത് സഹായിക്കും. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് കേട്ടോ. ഇനി പുളിശ്ശേരിയിലേക്ക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ഉലുവാപ്പൊടിയും 1 സ്പൂൺ നെയ്യും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള പുളിശ്ശേരിയാണ് കേട്ടോ ഇത്. നെല്ലിക്കയുടെ സീസൺ ആയി വരുന്നതുകൊണ്ട് തന്നെ സാപ്പിൻസിന്റെ പുളിശ്ശേരി സ്പെഷ്യൽ കേർഡ് യൂസ് ചെയ്ത് ഈ ഒരു പുളിശ്ശേരി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം.